തടഞ്ഞതിൽ കോൺഗ്രസിന്റെ ചെരുപ്പുമാല പ്രതിഷേധം. നഗരസഭാ ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാന്റെയും കോലത്തിൽ ചെരുപ്പുമാല അണിഞ്ഞായിരുന്നു പ്രവർത്തകർ പ്രതിഷേധിച്ചത്. മാസങ്ങളോളം കേടായി ഭരിക്കുന്നത് ആരാണ്? ബിജെപിക്കാരെ ഓർത്തോളൂ. പാലക്കാടൻ ജനതയെ നഗരത്തിലെ ജനതയെ ബുദ്ധിമുട്ടിക്കും ബിജെപിക്കാർ. പാലക്കാട് നഗരസഭയുടെ അധീനതയിൽ 6 കോടി രൂപ ചിലവഴിച്ച് GB റോഡിൽ പണിത യന്ത്രഗോവണി മാസങ്ങളായി ചവിട്ടുപടിയായി പ്രവർത്തിക്കുന്നതിനെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യന്ത്രഗോവണിയിൽ കോലം നാട്ടി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി V രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ തന്നെ ഇവിടെ റെയിൽവേ ഗേറ്റ് മാത്രമായിരുന്ന സമയത്ത് പോലും ഇവിടെ വെള്ളം കയറുകയും മഴക്കാലത്ത് ആ ഗേറ്റ് തുറന്നാൽ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ കടക്കുന്നതിന് പോലും വിഷമങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈ മുനിസിപ്പാലിറ്റിക്ക് അറിയാം. കാരണം ഇവരാരും ആകാശത്ത് നിന്ന് പുതുതായിട്ട് വന്നവരൊന്നുമല്ലല്ലോ. ഈ മുനിസിപ്പാലിറ്റിയിൽ ഇതേ പാതയിലൂടെ തന്നെ അങ്ങിങ്ങ് നടന്നവരല്ലേ. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടിയിരുന്നു. ഇപ്പൊ പറയുന്നു വെള്ളം പമ്പ് ചെയ്ത് കളയാൻ. ഇനി ഒരു പമ്പ് വേറെ വെക്കണം, എങ്കിൽ അതിനൊരു ആളെ വെക്കണം, എങ്കിൽ മാത്രമേ ഇത് നടക്കൂ എന്ന് പറഞ്ഞാൽ ഇതൊന്നും മുൻകൂട്ടി കാണാൻ കഴിവില്ലാത്ത കഴിവുകെട്ടവരായിരുന്നുവോ ഈ ഭരണസമിതി എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇത് ഇനിയും ഇതുപോലെ തന്നെ നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ, ഇതുപോലെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, ഇവിടെ സതീശൻ പറഞ്ഞതുപോലെ ഈ ഭരണസമിതിക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ആ ഭരണകൂടത്തിനെതിരായി ശക്തമായ പ്രക്ഷോഭവുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം ഇത് ജനങ്ങളുടെ പണം ഉപയോഗിക്കും. യാത്രക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ നഗരസഭ നിർമ്മിച്ച യന്ത്രപ്പട ഇന്ന് യാത്രക്കാരെ വലയ്ക്കുന്ന രീതിയാണ് കാണാനാകുന്നത്. കോടികൾ ചെലവാക്കി നിർമ്മിച്ച യന്ത്രപ്പട ഇപ്പോൾ നോക്കുകുത്തിയാകുന്നത് നഗരസഭ പരാജയമാണെന്ന് വീണ്ടും തെളിയിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K ഭവദാസ്, ഹരിദാസ് മച്ചിങ്ങൽ, ബോബൻ മാട്ടുമന്ത, KR ശരരാജ്, മണ്ഡലം പ്രസിഡന്റുമാരായ അനിൽ ബാലൻ, രമേശ് പുത്തൂർ, S സേവ്യർ, SM താഹ, നഗരസഭാ അംഗങ്ങളായ A കൃഷ്ണൻ, FB ബഷീർ, ഭാരവാഹികളായ M പ്രശോഭ്, അബു പാലക്കാടൻ, S സെൽവൻ, MK സിദ്ധാർത്ഥൻ, ഷാജഹാൻ മേപ്പറമ്പ്, ലക്ഷ്മണൻ പട്ടിക്കര, S സഞ്ജയ് എന്നിവർ പ്രസംഗിച്ചു. വളരെ എളുപ്പത്തിൽ മറുഭാഗത്തെത്താൻ കഴിയുമെന്നുള്ളൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയോടുകൂടി ഈ പരിപാടി നടത്തിയതെങ്കിൽ ഇത് വലിയൊരു അഴിമതിക്ക്, BJP ഇവിടെ വലിയൊരു അഴിമതിക്ക് ഇത് വളമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഏറ്റെടുത്ത, ഈ സമര പരിപാടി ഏറ്റെടുത്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പാർലമെന്ററി പാർട്ടി ഉപനേതാവ് A കൃഷ്ണൻ വളരെ കൊട്ടിഘോഷിച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് 6 കോടിയോളം രൂപ ചെലവഴിച്ച് ജനങ്ങളുടെ നികുതി പണം ചെലവാക്കി എസ്കലേറ്റർ ഇവിടെ പ്രവർത്തിപ്പിക്കാതെ മാസങ്ങളോളായിട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഈ ഭരണസമിതിയുടെ നിലപാട് പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ പ്രതിഷേധ സമരത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല എങ്കിൽ യാതൊരു സംശയവും വേണ്ട, ആ ജനങ്ങളുടെ പണം കൊള്ളയടിച്ചു എന്ന് മാത്രമേ പറയൂ. ഇതിൽ എന്ത് കമ്മീഷൻ വാങ്ങിച്ചു അത് മാത്രമേ ഞങ്ങൾ ചോദിക്കുകയുള്ളൂ. അപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒട്ടേറെ പണികൾക്ക് കമ്മീഷൻ വാങ്ങിക്കൽ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ടെൻഡർ കൊടുത്തിട്ടുള്ള പണികൾ പലതും ഇപ്പോഴും നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നത്. ഒലവക്കോട്, പാലക്കാട്, സുൽത്താൻപേട്ടയില് അങ്ങനെ ഒട്ടേറെ കെട്ടിടങ്ങൾ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നു. ഇതിനൊന്നും ഒരു മാർഗവുമില്ല. ഇവിടെ നിൽക്കുന്ന ആളുകൾ, ഈ പ്രായമായ ആളുകൾ ഇത്രയും ദൂരം ചവിട്ടി കയറി വേണം പോകാൻ എന്നുള്ള നിലയിലേക്ക് എത്തുന്നു. ഇതിന് അല്ലാതെ ഒരു സംവിധാനം എന്ന നിലയിലാണ് ഇത് ഉണ്ടാക്കിയതെങ്കിൽ അത് പ്രായോഗികമാവുന്നില്ലെങ്കിൽ അത് പ്രായോഗികമാക്കാൻ ഈ ഭരണസമിതിയെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കാൻ അതിന് ശക്തമായ പ്രക്ഷോഭമേ മാർഗമുള്ളൂ എങ്കിൽ ആ പ്രക്ഷോഭം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നു. ഈ ചവിട്ടുപടികൾ, ഈ എസ്കലേറ്റർ സജീവമാക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ടെന്ന് നിർത്തുന്നു. പാലക്കാട് ജനതയുടെ ഏറ്റവും വലിയ സ്വപ്നമായി